വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഓർമ്മിക്കുക, കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാളോടുകൂടി ഇന്ന് നവവത്സരം ആരംഭിക്കുകയാണ്. നവവത്സരത്തിൽ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി കാണുക. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ എഴുതിയിരിക്കുന്നു, യാതൊരു കാരണത്താലും ഏക കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രനും മനുഷ്യപുത്രനുമായി രണ്ടായി വേർതിരിക്കാവുന്നതല്ല. മനുഷ്യനായ ആളിനോട് വചനം ചേർന്നുവെന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, പ്രത്യുത വചനം മാംസമായെന്നാണ്. വചനം മാംസത്തോടും രക്തത്തോടും ചേർന്നു. വചനം മനുഷ്യ ശരീരത്തെ സ്വന്തമാക്കി. പിതാവിൽ നിന്നുള്ള ദൈവത്വത്തെയോ ഉത്ഭവത്തെയോ നഷ്ടപ്പെടുത്താതെ സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിറന്നു. ദൈവമാതാവ് എത്ര അവർണ്ണനീയമായൊരു സ്ഥാനം! സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉത്ഭവ പാപം കൂടാതെയുള്ള ജനനത്തിനും നിദാനം. മറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ച എഫേസോസ് സുനഹദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വൻപിച്ച സ്വീകരണമാണ് നൽകിയത്. കന്യകാമറിയത്തിന് ദൈവമാതൃസ്ഥാനം നൽകി മഹത്വപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ക്രിസ്തുമസിന്റെ 8-ാം ദിനമായിന്ന് യഹൂദ നിയമമനുസരിച്ച് ഈശോയുടെ പരിച്ഛേദന കർമ്മത്തിനുള്ള ദിവസമായി. മോശയുടെ നിയമമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിജാതീയരിൽ നിന്നും വേർതിരിച്ച് ഏകദൈവവാദം ഉറപ്പിക്കാനാണ് അബ്രഹാവും സന്തതികളും പരിച്ഛേദനാചാരം ചെയ്യണമെന്ന് നിശ്ചയിച്ചത്. ഇന്ന് കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാളും ഈശോയുടെ പരിച്ഛേദന കർമ്മവും കൂടാതെ നവവത്സരത്തിന്റെ ആരംഭവും കൂടിയാണ്. നമുക്ക് ദൈവമാതാവിനോട് ഈ പുതുവത്സരത്തിൽ എന്നും തുണയും സങ്കേതവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 2020 എതിരേറ്റുകൊണ്ട് പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മാതാവേ, പരിശുദ്ധ അമലോത്ഭവ കന്യകേ, ദൈവം നിന്നോടു കൂടെ, കർത്താവ് നിന്നോടു കൂടെ, ദൈവം നിന്നോടു കൂടെ, കർത്താവ് നിന്നോടു കൂടെ. നന്മ നിറഞ്ഞ മാതാവേ, പരിശുദ്ധ അമലോത്ഭവ കന്യകേ, ഓ എൻ്റെ അമ്മേ, പരിശുദ്ധ മാതാവേ, ചൊരിയണമേ ചൊരിയണമേ നിൻ കൃപ ഞങ്ങളിൽ, ചൊരിയണമേ ചൊരിയണമേ നിൻ കൃപ ഞങ്ങളിൽ.
തണലറിയാതെ മടങ്ങിയില്ല. നിൻ തിരുനടയിൽ വന്നവരാരും നിൻ തണലറിയാതെ മടങ്ങിയില്ല. കാനാവിരുന്നിലെ കല്യാണ വീട്ടിലെ സ്നേഹചന്ദനഗന്ധമായി നീ. ഒന്നെനിക്കറിയാം, നീ എൻ്റെ അമ്മ, കൈവിടില്ലെന്നെ ഒരു നാളും നീ. ഓ എൻ്റെ അമ്മേ, പരിശുദ്ധ മാതാവേ, ചൊരിയണമേ ചൊരിയണമേ നിൻ കൃപ ഞങ്ങളിൽ. ചൊരിയണമേ ചൊരിയണമേ നിൻ കൃപ ഞങ്ങളിൽ. സ്വർഗീയദൂതൻ നൽകിയ ശക്തി അറിയുന്നു ഞാൻ നിൻ ജപമാലയിൽ. സ്വർഗീയദൂതൻ നൽകിയ ശക്തി അറിയുന്നു ഞാൻ നിൻ ജപമാലയിൽ. നിൻ പാദ അരികിൽ ആ ദിവ്യശക്തി യാചിക്കുന്നെന്നും മക്കൾ ഞങ്ങൾ. ഒന്നെനിക്കറിയാം, നീ എൻ്റെ അമ്മ, കൈവിടില്ലെന്നെ ഒരു നാളും നീ. നന്മ നിറഞ്ഞ മാതാവേ, പരിശുദ്ധ അമലോത്ഭവ കന്യകേ, ദൈവം നിന്നോടു കൂടെ, കർത്താവ് നിന്നോടു കൂടെ. ദൈവം നിന്നോടു കൂടെ, കർത്താവ് നിന്നോടു കൂടെ. നന്മ നിറഞ്ഞ മാതാവേ, പരിശുദ്ധ അമലോത്ഭവ കന്യകേ, ഓ എൻ്റെ അമ്മേ, പരിശുദ്ധ മാതാവേ, ചൊരിയണമേ ചൊരിയണമേ